നിങ്ങൾ പലരും ഈ ടെന്നീസ് എൽബോ ബ്രേസ് യൂസ് ചെയ്യുന്നവരാവും. ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് എത്ര പേർക്കറിയാം? അപ്പോൾ എന്താണ് ടെന്നീസ് എൽബോ? അതായത് നമ്മുടെ കയ്യിലെ ഈ സൈഡിലുള്ള മസിൽസ് വന്ന് അറ്റാച്ച് ചെയ്യുന്ന സ്ഥലമുണ്ട്. അവിടെ ചെറിയ ചെറിയ ടയർ വന്നിട്ട് ആ മസിൽസ് പ്രോപ്പറായിട്ട് കരിയാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ടെന്നീസ് എൽബോ. അപ്പോൾ ഈ ടെന്നീസ് എൽബോയ്ക്ക് ഈ ബ്രേസ് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം ഉണ്ടാകുക? അതായത് ഈ ബ്രേസ് ഉപയോഗിക്കുമ്പോൾ ബേസിക്കലി നമ്മുടെ ഇവിടെ മസിൽസ് വന്ന് പിടിപ്പിക്കുന്ന സ്ഥലത്തുണ്ടാവുന്ന ആ ഒരു പ്രഷർ താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ബ്രേസ് ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചുറി വന്ന ഭാഗത്ത് അധികം ഫോഴ്സ് വരില്ല. ഇനി ഇതെങ്ങനെയാണ് ഈ ബ്രേസ് യൂസ് ചെയ്യേണ്ടത്? നമ്മൾ പലരും ഈ ബെൽറ്റ് നമ്മുടെ വേദനയുള്ള സ്ഥലത്ത് മുട്ടിൻ്റെ പുറത്ത് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് തെറ്റാണ്. അതായത് ഇവിടെ ഈ ബെൽറ്റ് എല്ലാ ബെൽറ്റുകൾക്കും ഒരു കുഷൻ പോലൊരു പാഡഡ് ഏരിയ ഉണ്ട്. ഈ പാഡഡ് ഏരിയ നമ്മൾ വേദനയുള്ള സ്ഥലത്ത് പുറം വശത്ത് വരണം. അതുപോലെ തന്നെ ഈ ബെൽറ്റ് ടൈറ്റ് ആക്കുമ്പോൾ നമ്മുടെ ഈ കൈയുടെ ഈ ഒരു ക്രീസിൻ്റെ 2 മുതൽ 3 ഫിംഗർ താഴെ വേണം ഈ ബെൽറ്റ് യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇത് ഒത്തിരി ടൈറ്റ് ആക്കരുത്. ഒത്തിരി ടൈറ്റ് ആക്കിയാൽ നമുക്ക് മുകളിലേക്കുള്ള രക്തയോട്ടത്തിന് ചെറിയ പ്രശ്നം വന്ന് കയ്യിൽ നീരും കാര്യങ്ങളൊക്കെ വരും. സാധാരണ കംഫർട്ടബിൾ ആണ്, ജോലി ചെയ്യുമ്പോൾ വേദന ഉണ്ടാകാത്ത രീതിയിൽ ഇത് ടൈറ്റ് ആക്കണം. ഇത് എപ്പോൾ യൂസ് ചെയ്യണം? 24 മണിക്കൂർ നമ്മൾ ടെന്നീസ് എൽബോ ബ്രേസ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ജോലി ചെയ്യുമ്പോഴും വെയിറ്റ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഭാരപ്പെട്ട എന്തെങ്കിലും ഡ്രൈവ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ടെന്നീസ് എൽബോ ബ്രേസ് യൂസ് ചെയ്താൽ മതി. ഇനി ടെന്നീസ് എൽബോ ബ്രേസ് യൂസ് ചെയ്താൽ മാത്രം ടെന്നീസ് എൽബോ ഭേദപ്പെടുമോ? ഇല്ല. ടെന്നീസ് എൽബോയ്ക്ക് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അത് ട്രീറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണം. പിന്നെ ചിലർക്ക് യൂറിക് ആസിഡ് ആയിരിക്കും കൂടുതൽ, ചിലർക്ക് തോളിൻ്റെ മസിൽസിന് ഇംബാലൻസ് ഉണ്ടെങ്കിൽ ടെന്നീസ് എൽബോ വരാം. അങ്ങനെ ഉണ്ടെങ്കിൽ തോളിൻ്റെ മസിൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്താലേ ടെന്നീസ് എൽബോ കറക്റ്റ് ആകത്തുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഒരു ഓർത്തോപീഡീഷ്യനെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം ട്രീറ്റ് ചെയ്താൽ മാത്രമേ ടെന്നീസ് എൽബോ പൂർണ്ണമായി മാറുകയുള്ളൂ.